ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്നൊരു പിതാവുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം പറയുന്നു, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ചോദിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളാണോ കൂടുതൽ, ചോദിക്കാതെ കിട്ടിയതാണോ? ചോദിക്കാതെ കിട്ടുന്നതാണ് അനുഗ്രഹം കൂടുതൽ. ഹല്ലേലൂയ. ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. ഉണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ, ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ഞാനൊരു പ്രാവശ്യം ഈ തെക്കൂന്ന് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു 4-4:30 എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ഈ ചെമ്മീൻ പ്രോൺസ് ഉണ്ട്, അത് ഞാൻ വരുന്ന വഴിക്ക് മേടിച്ച, നിങ്ങളുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി മേടിച്ച. പക്ഷേ എനിക്ക് വീട്ടിലോട്ട് പോകാൻ സമയമില്ല, ആരെങ്കിലും ഒരാളെ ടൗണിൽ വരെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാര് വരുന്നുണ്ട്, വീട്ടിൽ പോകാൻ സമയമില്ല, പുള്ളിയുടെ കൈ കുറച്ച് പ്രോൺസ് ഉണ്ട്, ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ടൗണിലോട്ട് ആരെങ്കിലും വിടാൻ പറഞ്ഞു. ഞാൻ പ്രോൺസ് ഉണ്ട് ടൗണിൽ വിടാൻ പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് കരയുന്ന കേൾക്കാം. പ്രോൺസ് പറഞ്ഞപ്പോൾ എന്തിനാണ് കരയുന്നേ? അവൾ പെട്ടെന്ന് കരയുന്നു, വിതുമ്പുന്നു, ഫോണിൽ കൂടെ കരച്ചിൽ കേൾക്കാം, വിതുമ്പൽ കേൾക്കാം. ഞാൻ ചോദിച്ചു, എന്തിനാടി കൊച്ചേ കരയുന്നേ? അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പ്രോൺസ് ബിരിയാണി വെച്ചുകൊണ്ട് വന്നു, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു. എന്തോ രുചിയായിരുന്നറിയാം, അമ്മ കുറച്ച് പ്രോൺസ് മേടിച്ച് ഒരു നല്ല പ്രോൺസ് ബിരിയാണി വെച്ച് തരാം. എന്നിട്ട് എടുത്ത വായിൽ ഒരു തള്ള്, ഒരു കൊട്ട്. എന്നാന്നറിയാം, നടക്കത്തില്ലെന്നറിയാം ഈ വീട്ടിൽ, പിന്നെ പറഞ്ഞെന്നേ ഉള്ളൂ. നടക്കത്തില്ലെന്നറിയാം, പിന്നെ എന്ത് ചെയ്തേ ഉള്ളൂ, പറഞ്ഞേ ഉള്ളൂ. ഇത് പറഞ്ഞ് വായിലോട്ടിടുകയും എന്നെ ഒരാൾ വിളിച്ചു, പ്രോൺസുമായിട്ട് വരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാ? ഉച്ച കഴിഞ്ഞ് ആലപ്പുഴ വഴി വന്നപ്പം കണ്ടപ്പം തോന്നി നിങ്ങൾക്ക് മേടിച്ചേക്കാം. അപ്പം ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞു, പ്രോൺസ് ബിരിയാണി വേണമെന്ന് ഉച്ചയ്ക്ക് ആഗ്രഹിച്ചു, പറഞ്ഞോ? ഇല്ല. വീട്ടിൽ പോയി എന്ത് ചെയ്യണം? പറയണം. അന്നേരം ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്ന ഒരാളോട് പറഞ്ഞു മേടിച്ചോളാം. ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ സംഭവമൊന്നും അല്ലത്, എനിക്കും അറിയാം വലിയ സംഭവമല്ലെന്ന്. പക്ഷേ എനിക്കത് വലിയ സംഭവമായി. എന്നാ കാര്യം? ഞാൻ കുഞ്ഞോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മക്കളാണെങ്കിലും ചോദിച്ചാൽ കിട്ടും, വലിയ പണക്കാരുടെ മക്കളാണ് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ചോദിക്കാതെ കിട്ടുന്നൊരു മക്കളുണ്ടെങ്കിൽ അത് ഈ തമ്പുരാൻ്റെ മക്കളാ. നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന സ്വർഗസ്ഥനായ ഒരു അബ്ബായുണ്ട്. അബ്ബായേന്ന് സ്തോത്രം ചെയ്ത് വിളിച്ച് നമ്മൾ കുറച്ചുകൂടെ ദൈവത്തോട് അങ്ങ് ഇൻറ്റിമസി ആകണം. കുറച്ചുകൂടെ സത്യത്തിൽ നമ്മുടെ പരസ്യപ്രാർത്ഥനയും നല്ല വാക്കുകൾ വേണം. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നിത്യനും വിശുദ്ധനും ഉന്നതനും ഉയർന്നവനൊന്നും വിളിക്കരുത്. കർത്താവ് ചോദിക്കുക, ആരെയാണ് വിളിക്കുന്നത്? നമുക്ക് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, പരസ്യപ്രാർത്ഥനയെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ നല്ലതാണെങ്കിലും ഒറ്റയ്ക്കുള്ള വാക്കുകളെങ്കിലും ദൈവത്തെ അബ്ബാന്ന് വിളിക്കാൻ കഴിയണം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ആരുണ്ട്? അബ്ബ ഉണ്ട്. ചോദിക്കും മുമ്പ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറക്കരുത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്ത വാക്യം, അങ്ങയുടെ നാമം എന്താകണം? വിശുദ്ധമാകണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവർ അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആര്? യേശു പഠിപ്പിച്ചു. ആരാ മക്കളെ പഠിപ്പിച്ചേ? യേശു പഠിപ്പിച്ചേ. എങ്ങനെ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവിയാണ് തന്നത്. ഈ ദൈവം നമുക്ക് യേശുവിലൂടെ ആരാണ്? പിതാവാണ്, അബ്ബയാണ്. അപ്പം അപ്പാന്ന് വിളിക്കാൻ ലഭിച്ച പദവി ചെറിയൊരു പദവിയാണോ? അല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നാളെയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വിചാരപ്പെടേണ്ട. നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടോളാം. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു ദൈവം ഉയരത്തിലുള്ളത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അവൻ നമ്മുടെ പരിപാലകൻ, നമ്മുടെ വലത്ത് ഭാഗത്ത് നമുക്ക് തണല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എന്താക്കപ്പെടണേ? വിശുദ്ധമാക്കപ്പെടണം. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ. അങ്ങയുടെ നാമം എന്താക്കണം? വിശുദ്ധമാക്കണം. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് സറാഫുകൾ ഇടതടവില്ലാതെ രണ്ടുകൊണ്ട് പാദം മൂടി മുഖം മൂടി പറക്കുകയാണ്. പിന്നെന്തിനാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്? ദൈവമേ, അങ്ങയുടെ നാമം പൂജിതമാക്കപ്പെടണമെന്ന്, വിശുദ്ധമാക്കപ്പെടണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമം എന്താണ്?
വിശുദ്ധമാണ്. പ്രിയരെ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നാമം എന്താ? വിശുദ്ധമാണ്. പക്ഷേ ഒരു കാര്യം, വിശുദ്ധമാണോ? ആണ്. ആ ദൈവം പഠിപ്പിച്ചു, പ്രാർത്ഥിക്കണം, അങ്ങയുടെ നാമം എന്താക്കണം? പൂജിതമാക്കപ്പെടണം. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അർത്ഥം ഇതാണ്: പരിശുദ്ധമായ ദൈവനാമം ഭൂമിയിൽ പരിശുദ്ധമാകുന്നതോ വിശുദ്ധമാകുന്നതോ ആരിലൂടെ? നമ്മളിലൂടാണ്.